ഇന്ന് നമുക്ക് അല്പം വെറൈറ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈ ചെയ്യാം. അതിന് ഞാനൊരു പകുതി, വലിയൊരു കോഴിയായിരുന്നു, അതിന്റെ പകുതി എടുത്തിട്ട് അതിൽ 1.5 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പും മാത്രം പെരട്ടി എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചു. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാം. അപ്പോൾ അടുപ്പ് കത്തിച്ചു. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണേ. വെളിച്ചെണ്ണയിൽ വറുത്താലാണ് ഒരു ടേസ്റ്റ്. എന്നിട്ട് നമുക്ക് കുറേശ്ശെ ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനൊരു 2 ട്രിപ്പായിട്ടാണ് ഇത് വറുത്തെടുത്തത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 5 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ ഒന്ന് തിരിച്ചും മറിച്ചുമൊക്കെ ഇളക്കിയിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ പൊട്ടിത്തെറിക്കില്ല. അതുകൊണ്ടാണ് അടച്ചു വെച്ച് വറുത്തുന്നത്. എന്നിട്ട് നമുക്കിത് നന്നായിട്ട് ഫ്രൈ ആവണേ. നന്നായിട്ട് ഫ്രൈ ആയിട്ട് നമുക്കിതിങ്ങനെ എടുത്തു മാറ്റാം. അതിനുശേഷം ഞാനൊരു 10-30 കൊച്ചുള്ളി ഒന്ന് ജസ്റ്റ് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതും കുറച്ച് ചില്ലി ഫ്ലേക്സും എടുത്തത്. ആ വറുത്ത എണ്ണ ഒരുപാടുണ്ടായിരുന്നു. അതിൽ നിന്ന് ഞാൻ കുറച്ച് മാറ്റി വെച്ചിട്ട് ഈ ഉള്ളി വഴറ്റാൻ മാത്രമുള്ള എണ്ണ എടുത്തു. ആദ്യം ഞാൻ ഈ ചില്ലി ഫ്ലേക്സ് പൊടിച്ച ശേഷമാണ് മിക്സിയിലോട്ടിട്ട് ഈ ഉള്ളി ഒന്ന് ക്രഷ് ചെയ്തത്. അതുകൊണ്ടാണ് ആ ഉള്ളിയിൽ ഒരു ചെറിയൊരു റെഡിഷ് കളർ തോന്നിയത്. കണ്ടോ, ഇതുപോലെ നന്നായി ഫ്രൈ ആയി കഴിയുമ്പോൾ, ഉള്ളി മാത്രമേ ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് ഈ വറുത്ത് വെച്ച ചിക്കൻ വീണ്ടും അതിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് ഒരു മിക്സിങ് കഴിഞ്ഞ ശേഷം ആവശ്യത്തിന് എരിവിനുള്ള ചില്ലി ഫ്ലേക്സ്, നമ്മളിപ്പോ വറുത്ത ചിക്കൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അതിന് ഒരുവിധ എരിവുണ്ടെങ്കിൽ കുറച്ച് മാത്രം ഇട്ടാൽ മതി. ഇട്ട് അതും കൂടെ ഒന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് ലാസ്റ്റ് ചേർക്കേണ്ടത് പെരിഞ്ജീരകം ചതച്ചതാണ്. അത് മുഴുവൻ പെരിഞ്ജീരകം തന്നെ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തിടണം. അതിനൊരു പ്രത്യേക ടേസ്റ്റ് വരും. അപ്പൊ ആ പെരിഞ്ജീരകം കൂടെ ഇട്ട ശേഷം ഒന്നും കൂടെ നന്നായി മിക്സ് ചെയ്ത് കറിവേപ്പില ചേർക്കുക. ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണയെ മുരിച്ചു വെച്ചിരിക്കുന്ന കറിവേപ്പിലയാണ് ചേർക്കുന്നത്. ഫൈനൽ മിക്സിംഗ് ആയി. ഇനി നമുക്ക് സെർവിംഗ് ബൗളിലോട്ട് മാറ്റി നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ചിക്കൻ ഫ്രൈ റെഡി.